ദൈവത്തിന് സ്തുതി. പ്രഭാതകിരണത്തിലേക്ക് സ്നേഹവന്ദനം. ഭാഗം 2347. ഇന്ന് ജൂൺ മാസം 4-ാം തീയതി, 155-ാമത്തെ ദിവസത്തിലെത്തി. എവിടെ വേണമെങ്കിലും ആയിപ്പോകാമായിരുന്ന ഒരു ജന്മവും ജീവിതവും വളർച്ചയുമാണ് ഓരോരുത്തരുടെയും. സത്യസന്ധമായി ഒന്ന് തിരിഞ്ഞു നോക്കിയാൽ, കുറച്ച് ബോധത്തിലും പ്രകാശത്തിലും ഇത്തിരി വിചാരത്തോടെ ഒരു കണക്കെടുപ്പ് നടത്തിയാൽ എങ്ങനെ വേണമെങ്കിലും ആകാമായിരുന്ന, ആരെങ്കിലുമൊക്കെ ചവിട്ടിക്കളഞ്ഞേക്കാവുന്ന ചവിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ, ഇഷ്ടം പോലെ. എന്നിട്ട് നമ്മൾ തീർന്നിട്ടില്ലല്ലോ. തീരാമായിരുന്ന ഒരു ചെറിയ ജന്മമായിരുന്നു നമ്മൾ ഓരോരുത്തരുടെയും. ഒട്ടും വളരാനായിട്ട് ഒരു അനുകൂല സാഹചര്യവും കിട്ടിയിരുന്നില്ലെങ്കിലും നമ്മൾ കലഹിക്കാനും പരിഭവിക്കാനും നഷ്ടബോധത്തോടുകൂടി ചിലവരോട് ചിലതൊക്കെ പ്രതികാരം ചെയ്യാനൊക്കെ നമ്മൾ മുതിർന്നത് എങ്ങനെയാണ്? സമൃദ്ധമായ എന്തൊക്കെയോ കിട്ടിയത് കൊണ്ടാണ്. അത് കുഞ്ഞുങ്ങളെ നമ്മൾ ഓർമ്മപ്പെടുത്താനായിട്ട് ശ്രമിക്കുന്നുണ്ട്. പക്ഷേ നമ്മളത് സ്വയം ഓർത്തെടുക്കാനായിട്ട് പരിശ്രമിക്കുന്നില്ല എന്നുള്ള, നമുക്കത് കഴിയാറില്ല എന്നുള്ള. ഭൂമിയിലെ മുഴുവൻ അധ്യാപകരും, ഭൂമിയിലെ മുഴുവൻ മാതാപിതാക്കളും, ഭൂമിയിലെ മുഴുവൻ മുതിർന്നവരും തങ്ങളുടെ ബാല്യകാലവും കൗമാരവും യൗവനവും ഒക്കെ ഓർക്കുന്നത് നല്ലതാണ്. വീഴ്ചകളും താഴ്ചകളും ഇടർച്ചകളും കുറവുകളും പരാജയങ്ങളും എല്ലാം അങ്ങനെ ഇങ്ങനെ നെഗറ്റീവായ കുറെ കാര്യങ്ങൾ ലിസ്റ്റ് പറയല്ല കേട്ടോ, മറിച്ച് പോസിറ്റീവായ എല്ലാ കാര്യങ്ങളും നമ്മൾ നിരന്തരം ഓർക്കുന്നുണ്ട്. അടുത്ത തലമുറയെ അത് ശക്തമായിട്ട് നമ്മൾ ഓർമ്മപ്പെടുത്തി അവരെ വല്ലാതെ വിഷമിപ്പിക്കുന്നുണ്ട്, വെറുപ്പിക്കുന്നുണ്ട്. ഇത്തരം ചില കാര്യങ്ങൾ സ്വകാര്യതയിലൊന്ന് ഓർത്തെടുക്കാൻ മാത്രമാണ് ഈ നല്ല ദിനം ഞാൻ എന്നോട് തന്നെ പതിയെ ഒന്ന് ശാസിക്കുന്നത്. അവിടെ നിന്ന് ദൈവത്തിന് എന്തുമാത്രം മാപ്പ് കിട്ടിയിട്ടുണ്ട്, എന്തുമാത്രം മനുഷ്യർ മാപ്പ് തന്നിട്ടുണ്ട്, എന്തുമാത്രം ആളുകളുടെ അനുകമ്പയും അനുഭാവവും ഉണ്ടായിട്ടുണ്ട്. അങ്ങനെയാകുമ്പോൾ കൃതജ്ഞതയോടുകൂടി മാത്രമേ സ്വന്തം ജീവിതത്തെ ഒരാൾക്ക് അഭിമുഖീകരിക്കാൻ പറ്റൂ. ആത്മീയത എന്ന് പറയുമ്പോൾ, യേശുവിൻ്റെ വഴി എന്ന് പറയുന്നത് ഇത് തന്നെയാണ്. കൃതജ്ഞതയോടുകൂടി സ്വന്തം ജീവിതത്തെ അഭിമുഖീകരിക്കുക. അറിയാതെ കണ്ണ് നിറഞ്ഞൊഴുകും, അറിയാതെ കരങ്ങൾ കൂപ്പിപ്പോകും. ഇത്രത്തോളം നടത്തിയതിനും എത്തിച്ചതിനുമൊക്കെ നന്ദി അറിയാതെ അധരങ്ങൾ പറഞ്ഞു തുടങ്ങും. അവിടം തൊട്ടാണ് ഒരാൾ ആത്മീയനായി മാറുന്നതും പ്രാർത്ഥന തുടങ്ങുന്നതുമൊക്കെ. കുഞ്ഞുങ്ങളുടെ ഒരു വിദ്യാരംഭത്തിൻ്റെ പുതിയൊരു അധ്യയന വർഷത്തിൻ്റെ ആരംഭത്തിൽ കുറെ കൂടി അനുഭാവത്തോടെ അവരെ ഒന്ന് കണ്ടു തുടങ്ങാനായിട്ട്, പരിഗണിക്കാനായിട്ട്, കാര്യമായിട്ടൊന്ന് പരിപാലിക്കാനും പരിചരിക്കാനൊക്കെ ആയിട്ട് കുറച്ചും കൂടി ഒരു നല്ല മനസ്സ് നമ്മൾ മുതിർന്നവർക്ക് ഉണ്ടാവട്ടെ. അത് അധ്യാപകരായാലും മാതാപിതാക്കളായാലും അല്ല രക്ഷകർത്താക്കളായാലും അങ്ങനെ തന്നെ ആവണ്ടേ. ആമേൻ.